നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അവർ വളരെ ശാന്തരായി കാണപ്പെടും. അവർക്ക് വികാരങ്ങളൊന്നുമില്ലേ? അതോ അവരെന്തെങ്കിലും ഒളിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയല്ല. മനഃശാസ്ത്രം ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ശാന്തരായ ആളുകൾ വികാരങ്ങളില്ലാത്തവരല്ല, മറിച്ച് അവയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ്. അവരെങ്ങനെയാണ് ആ ശാന്തത നിലനിർത്തുന്നത് എന്ന് നോക്കാം. 1. ഇമോഷണൽ റെഗുലേഷൻ. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ളൊരു പ്രത്യേക കഴിവാണിത്. ഇത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു നൈപുണ്യമാണ്. ചുറ്റും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ഒരു നങ്കൂരം പോലെ ഉറച്ചു നിൽക്കാൻ ഈ കഴിവ് അവരെ സഹായിക്കുന്നു. 2. ഇൻട്രോസെപ്റ്റീവ് അവെയർനെസ്. സ്വന്തം ശരീരത്തിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവാണിത്. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം ഒരു ചെറിയ ഇടവേള എടുക്കാൻ ഇവർക്ക് കഴിയുന്നു. ഈ നിശബ്ദമായ ഇടവേളയാണ് അവരെ ശാന്തരാക്കുന്നത്. 3. വാഗൽ ടോൺ. നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാലൻസ് ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ശേഷിയാണിത്. വാഗൽ ടോൺ ഉയർന്നതാണെങ്കിൽ സമ്മർദ്ദങ്ങളിൽ നിന്ന് വേഗത്തിൽ മുക്തമാകാൻ സാധിക്കും. കൃത്യമായ ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവയിലൂടെ ഇത് മെച്ചപ്പെടുത്താൻ നമുക്കും സാധിക്കും. 4. കോഗ്നിറ്റീവ് റീഅപ്രൈസൽ. പ്രശ്നങ്ങളെ മറ്റൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണുന്ന രീതിയാണിത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഒരു ഭീഷണിയായി കാണാതെ ഒരു വെല്ലുവിളിയായി കാണാൻ ഇവർക്ക് സാധിക്കുന്നു. ഇത് വെറുതെ പോസിറ്റീവായി അഭിനയിക്കുന്നതല്ല, മറിച്ച് തലച്ചോറിനെ തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നതാണ്. 5. ഡിസ്ട്രസ് ടോളറൻസ്. അസ്വസ്ഥതകളെയും വേദനകളെയും സഹിക്കാനുള്ള ആന്തരിക ശക്തിയാണിത്. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ തളർന്നു പോകാതെ അവയെ നിരീക്ഷിക്കാനും അതിജീവിക്കാനും ഇവർക്ക് കഴിയുന്നു. പലപ്പോഴും വലിയ ആഘാതങ്ങളിൽ നിന്നാണ് മനുഷ്യർ ഈ കരുത്ത് നേടിയെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ശാന്തത എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് മനസ്സിൻ്റെ ഏറ്റവും വലിയ കരുത്താണ്. ഇത് ജന്മനാ ലഭിക്കുന്നതല്ല, മറിച്ച് നമുക്കോരോരുത്തർക്കും ഉള്ളിൽ നിന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള സൈക്കോളജി അറിവുകൾ ഇനിയും അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലെ ശാന്തത കണ്ടെത്താൻ നമുക്ക് ഇനിയും സംസാരിക്കാം.